അപ്പൊ ഇന്ന് നമുക്ക് ബേസിക് പഞ്ചസ് എന്തൊക്കെയാന്ന് നോക്കാം. ബേസിക് ആയിട്ട് നമുക്ക് ബോക്സിംഗിൽ 4 പഞ്ചാണ് വരുന്നത്. ഇങ്ങനെ 4 പഞ്ചസാണ് നമുക്ക് ബോക്സിംഗിൽ ബേസിക് ആയിട്ട് വരുന്നത്. നമ്മുടെ ബോക്സിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലും ബാക്ക് ലെഗ് റൈറ്റ് ലെഗ് ജസ്റ്റ് ലെഫ്റ്റ് ലെഗിന്റെ പുറകിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് നിങ്ങൾ നിൽക്കാൻ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ നിൽക്കേണ്ടത്. എന്നിട്ട് വേണം നമ്മൾ ജാബ് അപ്പോൾ കട്ട് എല്ലാം ചെയ്യാം. ജാബ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജാബ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ജാബ് ചെയ്യരുത്. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയ ഫ്രീ ആണ്. അപ്പം ഓപ്പോസിറ്റിൽ നിന്ന് ഒരു കിക്കൊക്കെ വരുവാണെങ്കിൽ ഇവിടെ അടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ഈ ഒരു ഭാഗം കവർ ചെയ്ത് വേണം ജാബും ക്രോസും ചെയ്യാൻ. അതായത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയല്ല, ജസ്റ്റ് ഷോൾഡറിന് മുമ്പ് നമ്മളെ താടിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് വേണം ജാബ് ചെയ്യാൻ. ക്രോസ് ആകുമ്പോഴും സെയിം തന്നെയാണ് ഗൈസ്. അപ്പം ഇതേപോലെ ക്രോസ് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ ഷോൾഡർ വെച്ച് നമ്മുടെ നെക്കിലുള്ള പ്രൊട്ടക്ട് ചെയ്ത് വേണം നമ്മൾ ജാബും ക്രോസും ചെയ്യാം. അതാകുമ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഗാർഡ്. ഈ ഗാർഡ് എപ്പോഴും നിങ്ങൾ മറക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഗാർഡ് എപ്പോഴും നമ്മുടെ മുഖത്തിൽ എപ്പോഴൊക്കെ മറണം, നമുക്ക് അപ്പോഴൊക്കെ ഇടി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു പഞ്ച് ചെയ്തതിന് ഉടനെ തന്നെ തിരിച്ച് ഗാർഡ് വെക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഗാർഡിൽ വെച്ച് തന്നെ പഞ്ചസ് ഒക്കെ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ജാബും ക്രോസൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹിപ്പും കൂടെ റൊട്ടേറ്റ് ചെയ്ത് വേണം ചെയ്യാൻ. അപ്പോഴേ നമുക്ക് നമ്മുടെ ഫുൾ പവറും നമ്മുടെ കയ്യിലോട്ട് വരത്തുള്ളൂ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ജാബ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യരുത്. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കയ്യിൻ്റെ പവർ മാത്രമേ പോകുന്നുള്ളൂ. നമ്മളെപ്പോൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഹിപ്പ് റൊട്ടേറ്റ് ചെയ്ത് പഞ്ച് ചെയ്ത് ശ്രമിക്കുക. അതായത് ജസ്റ്റ് ഇങ്ങനെ. അപ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടെ ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫോഴ്സ് ചെയ്യുമ്പോഴും ഇങ്ങനെ നമ്മൾ പൊസിഷനിൽ നിൽക്കുന്നു. ജസ്റ്റ് ഇങ്ങനെ ചെയ്യരുത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഹിപ്പൊന്ന് ലിഫ്റ്റ് ചെയ്ത് ചെയ്യാം. ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് പഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ഇമ്പാക്റ്റ് കൂടുതലാണ്. അപ്പം വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൈ എപ്പോഴും നല്ല പവർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വർക്കൗട്ട് നമ്മുടെ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് ഒന്ന് ഫോം ആക്കിയിട്ട് നമ്മൾ പുഷപ്പ് എടുക്കണം. പുഷപ്പ് എടുക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുഷപ്പ് ഒരു 10 എടുക്കാൻ ശ്രമിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ കൈ മുട്ട് മടക്കി പിടിച്ച് പുഷപ്പ് എടുക്കാൻ ശ്രമിക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗം വെച്ച് പുഷപ്പ് എടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് പുഷപ്പ് എടുക്കണ്ട. എനിക്കത് കാണിച്ചിട്ട് പറ്റില്ല, കാരണം എൻ്റെ കൈൻ്റെ ഈ ജോയിൻ്റ് കുറച്ച് കംപ്ലൈൻ്റ് ആണ്, അത് വേദന ഉണ്ട്. അപ്പം ഇങ്ങനെ ശരിക്കും പുഷപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊക്കെ ഇതും ചെയ്യണം. കാരണം ഇനി നമുക്കൊരു ബോക്സിംഗ് കോംബോ പ്രാക്ടീസ് ചെയ്യാം. ബോക്സിംഗ് സ്റ്റാൻഡിൽ നിൽക്കാം. എനിക്ക് ബോക്സിങ്ങിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുള്ളൂ. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ പോലെ കുറേ പേരുണ്ടാവും. നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നതായിട്ടും അല്ലെങ്കിൽ നമുക്ക് ഈ ബോക്സിങ്ങിലൊന്നും പോയി പഠിക്കാൻ പറ്റുന്ന സാഹചര്യമൊന്നും ഉണ്ടാവാത്ത കുറേ പേരുണ്ടാവും. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ നാടൻ വിട്ട് പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ഒരു സെൽഫ് ഡിഫൻസിന് വേണ്ടി കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനിത് പഠിക്കുന്നതും നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കുറച്ചൊക്കെ യൂസ്ഫുൾ ആയിരിക്കും എൻ്റെ വീഡിയോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമൻറ്റും ചെയ്യണേ.